DGPയും തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലറുമായ ആർ ശ്രീലേഖയ്ക്കെതിരെയാണ് ഇപ്പോൾ FIR ഇട്ടിരിക്കുന്നത്. പീഡന കേസുകളിലെ ഇരകളുടെ പേരും മറ്റ് വിശദാംശങ്ങളും വെളിപ്പെടുത്തിയതിലാണ് കേസ്. ഹരി ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ഗുരുതരമായ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ കേസിന്റെ ഗൗരവ സ്വഭാവം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാകുന്നുണ്ട്. പോക്സോ കേസാണ്. അപ്പോൾ ഇനി മുന്നോട്ടുള്ള ഗതി എങ്ങനെയായിരിക്കും ഈ കേസിന്റെ? തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ ഇനിയിപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയുടെ നിർദ്ദേശപ്രകാരം തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസായതുകൊണ്ട് ഇതിന്റെ മറ്റ് തുടർ നടപടികളിലേക്ക് പോലീസിന് അടിയന്തരമായിട്ട് കടക്കേണ്ടി വരുമെന്നുള്ളതാണ്. കാരണം ഇത്തരം ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ട് പോലും ഇതൊരു പോക്സോ കേസ് ആയതുകൊണ്ട് ഇത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുമില്ലായിരുന്നു. അതുകൊണ്ട് 13-ം തീയതിയാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തത്. ഇതിപ്പോൾ ഇന്ന് 13 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ഇതേവരെ ഇതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതായത് മൊഴിയെടുപ്പോ അതല്ലെങ്കിൽ മറ്റ് നടപടികളോ ഒന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഒരു ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസിൽ 2 ആഴ്ച പിന്നിടാറായിട്ട് പോലും ഒരു നടപടിയും പോലീസ് സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇത് ആദ്യം ഈ പരാതി മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നൽകിയ സമയത്തും പോലീസ് FIR രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായിരുന്നില്ല എന്നുള്ളൊരു ആരോപണം പരാതിക്കാരന്റെ ഭാഗത്തുനിന്ന് ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ ശ്രീലേഖയുടെ ശക്തമായ സ്വാധീനത്തെ തുടർന്നാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്യാൻ തയ്യാറാകാത്തത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പരാതിക്കാരൻ കോടതിയെ സമീപിച്ചത്. തുടർന്നാണ് തെളിവുകളും പരാതിയും പരിശോധിച്ച ശേഷം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു നടപടി, അതായത് പോലീസ് FIR രജിസ്റ്റർ ചെയ്യണം എന്നുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശം പുറപ്പെടുവിച്ചത്. തുടർന്നാണ് ഇത്തരത്തിൽ മ്യൂസിയം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു നടപടി ഉണ്ടായത്. പക്ഷേ എന്നിട്ട് പോലും പോലീസ് ഇനിയിപ്പോൾ എന്ത് നടപടി സ്വീകരിക്കുന്നു എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. കാരണം സ്വാഭാവികമായിട്ടും പോക്സോ കേസ് ആയതുകൊണ്ട് തന്നെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോകേണ്ടതുണ്ട്. അത് കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുമായി തന്നെ അതിനെ കാണാം. പക്ഷേ എങ്കിലും പോലീസ് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു കാലതാമസം ഇതിനകത്ത് വരുത്തുന്നതാണ് ഏറ്റവും പ്രധാന ചോദ്യം. എന്തായാലും പരാതിക്കാരൻ ഇത് സംബന്ധിച്ച് വീണ്ടും കോടതിയെ സമീപിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതൊരു മനുഷ്യാവകാശ സംഘടനയാണ്. നിരന്തരമായി ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരു സംഘടന കൂടിയാണ് സിവിൽ റൈറ്റ്സ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഭാഗത്തു നിന്ന് ഇനിയിപ്പോൾ കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് കർശനമായിട്ടുള്ള ഇടപെടൽ കൂടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീലേഖ മുൻകൂർ ജാമ്യത്തിനോ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഇതിൽ കോടതിയെ സമീപിക്കാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. കാരണം മുൻകൂർ ജാമ്യം ഇതിൽ നേടേണ്ടതുണ്ട്. കാരണം അത്രത്തോളം ഗുരുതരമായ ഒരു വകുപ്പ് തന്നെയാണ്. ഇത് ആദ്യമായല്ല ശ്രീലേഖയുടെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു നടപടി ഉണ്ടാകുന്നത് എന്നുള്ളത് കൂടി FIR-ൽ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം 2016-ലാണ് കുറുപ്പുംപടി പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തത്. അന്ന് ഈ സസ്നേഹം ശ്രീലേഖ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ കൂടി ഒരു ഇരയുടെ പേര്, അതൊരു മറ്റൊരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരയുടെ പേര് വെളിപ്പെടുത്തി എന്നുള്ളതായിരുന്നു അന്ന് ഉയർന്നിരുന്ന ഒരു ആരോപണം. തുടർന്നാണ് ഇത്തരത്തിൽ 2022 ആണ് ഇപ്പോൾ ഈ പറയുന്ന കേസുകൾ, അതായത് കിളിരൂര്, കവിയൂര്, ഒപ്പം തന്നെ മറ്റു ചില കേസുകളിൽ കൂടി ഉള്ള ഇരകളുടെ പേരുകൾ വെളിപ്പെടുത്തി എന്നുള്ളതാണ് പറയുന്നത്. 2022 ഓഗസ്റ്റ് 14-ാം തീയതിയാണ് അന്ന് ഇതേ യൂട്യൂബ് ചാനലിന്റെ 80-ാമത്തെ എപ്പിസോഡായിരുന്നു. ആ 80-ാമത്തെ എപ്പിസോഡിലാണ് ഈ ഇരകളുടെ പേര് വിവരങ്ങൾ, ഒപ്പം തന്നെ അവരുടെ മാതാപിതാക്കളുടെ വിവരങ്ങളെല്ലാം വെളിപ്പെടുത്തുന്നത്. അതായത് ശ്രീലേഖ സർവീസിൽ ഇരുന്ന കാലത്ത് കൈകാര്യം ചെയ്തിരുന്ന കേസുകളാണ്, അവർ മേൽനോട്ടം വഹിച്ചിട്ടുള്ള കേസുകളാണ്. അങ്ങനെ നിരവധിയായിട്ടുള്ള കേസുകൾ ഉണ്ട് ഇവർ ആ സമയത്ത് കൈകാര്യം ചെയ്തിരുന്ന പെരുമ്പാവൂരിലെ അടക്കമുള്ള കേസുകൾ. അപ്പോൾ ആ കേസുകളുടെ എല്ലാം വിവരങ്ങൾ സ്വാഭാവികമായിട്ടും അന്നത്തെ ഏറ്റവും ഉയർന്ന IPS ഉദ്യോഗസ്ഥ എന്നുള്ള നിലയിൽ അവർക്ക് അറിയാൻ കഴിയും. അങ്ങനെ അറിയാൻ കഴിയുമെങ്കിൽ പോലും അത് സർവീസിൽ നിന്ന് ഇറങ്ങിയിട്ടാണെങ്കിൽ പോലും അവരുടെ പേര് വിവരങ്ങൾ, അവരുടെ സ്വകാര്യത, അവരുടെ ഈ കേസുകളെല്ലാം അന്വേഷിച്ച ഘട്ടത്തിൽ അവരുടെ അനുഭവം എന്നുള്ള നിലയിലാണ് ഈ യൂട്യൂബിൽ ഇത്തരത്തിലുള്ള വീഡിയോകളിൽ അവർ പല പ്രസ്താവനകളും പരാമർശങ്ങളും എല്ലാം നടത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് അറിയാം. നമുക്കറിയാം ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടൊക്കെ ആർ ശ്രീലേഖ നടത്തിയിട്ടുള്ള ചില പ്രസ്താവനകളൊക്കെ എത്രത്തോളം വലിയ വിവാദങ്ങളിലേക്കാണ് പിന്നീട് നയിച്ചത് എന്ന് നമ്മൾ കണ്ടതാണ്. ഇതിപ്പോൾ ഈ കേസുകളിലെ ഇരകളുടെ പേര് വെളിപ്പെടുത്തി എന്നതിനെ ആസ്പദമാക്കിയാണ് ഈ കേസ് നിലനിൽക്കുന്നത്, അല്ലേ?
തീർച്ചയായിട്ടും ഇതിൽ ഇരകളിൽ ഓരോരുത്തരുടെയും പേരുകൾ വെളിപ്പെടുത്തി എന്നുള്ളത് തന്നെയാണ് ശ്രീലങ്കയ്ക്കെതിരെ ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലാണ് പരാതി വന്നതും തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്തതും. അതായത് ഒരു കേസിൽ ഇതിപ്പോൾ നമുക്കറിയാം, സ്വാഭാവികമായിട്ട് ദില്ലി നിർഭയ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ആ പെൺകുട്ടിയുടെ പേര് പുറത്തു പറയാൻ കഴിയില്ലാത്തത് കൊണ്ട് തന്നെയാണ് അതിനെ നിർഭയ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് നിയമപരമായി തന്നെ വലിയ രീതിയിൽ ഗുരുതരമായിട്ടുള്ള കുറ്റം തന്നെയാണ് ആ പേര് വെളിപ്പെടുത്തുക എന്ന് പറയുന്നത്. അപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥ എന്നുള്ള നിലയിൽ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന IPS ഉദ്യോഗസ്ഥ എന്നുള്ള നിലയിൽ വരെ ആ കേസ് കൈകാര്യം ചെയ്തിട്ടുള്ള വ്യക്തി അവർ കൈകാര്യം ചെയ്ത കേസുകളിലെ നിന്നല്ല, ഏതൊരു പീഡന കേസിലെ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ലൈംഗികാതിക്രമ കേസിലെ ആണെങ്കിൽ പോലും അതിജീവിതയുടെയോ ഇരയുടെയോ പേര് വെളിപ്പെടുത്തുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അതൊരു ഗുരുതര സ്വഭാവത്തിലുള്ള കുറ്റകൃത്യം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് നീതീകരിക്കാൻ കഴിയുന്ന കാര്യവുമല്ല. പോലീസിനെ കേസെടുത്ത് അതിന്റെ തുടർ നടപടികളിലേക്ക് കടക്കേണ്ടി വരും. കോടതിയിൽ പോലും ആ കാര്യത്തിൽ യാതൊരു തരത്തിലും നീതീകരിക്കാൻ കഴിയുന്നതല്ല. അത് അറിയാതെ പറയുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നാക്കുപിഴ സംഭവിക്കുകയോ ചെയ്യുകയല്ല. തന്റെ സ്വന്തം യൂട്യൂബ് ചാനലിൽ വന്നിരുന്ന് ആ പേര് വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നു. ആ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇരകളുടെയും ആ ഇരയുടെ മാതാപിതാക്കളുടെയും അതുമായി ബന്ധപ്പെട്ട മറ്റു പ്രധാനപ്പെട്ട വിവരങ്ങൾ അടക്കമുള്ളവയും തുറന്നു പറയുകയാണ് ഇവരെ സംബന്ധിച്ച് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ തുറന്നു പറച്ചിൽ എന്ന് പറയുന്നത് നിയമത്തിന് മുന്നിൽ വലിയ രീതിയിലുള്ള ഗുരുതരമായ കുറ്റം തന്നെയാണ്. അത് സ്വാഭാവികമായിട്ടും അത് അത്ര പെട്ടെന്ന് അതിൽ നിന്ന് ഊരിപ്പോകാൻ കഴിയില്ല എന്നുള്ളതാണ് ആ ശ്രീലേഖയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയിപ്പോൾ അവർക്ക് കോടതിയെ സമീപിച്ചത് ഏതെങ്കിലും കാരണവശാൽ മുൻകൂർ ജാമ്യവുമായി മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ളതാണ് ഇനിയിപ്പോൾ നോക്കിക്കാണേണ്ടത്. പക്ഷേ കോടതിയിൽ സ്വാഭാവികമായിട്ട് പോക്സോ കേസിൽ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ വന്നു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ എന്താണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നടപടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇത്ര ദിവസമായിട്ടും പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തരത്തിലുള്ള കർശനമായിട്ടുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. കാരണം അവർ മുൻ DGP ആയിരുന്നു, പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ വൻ സ്വാധീനമുള്ള വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാൻ ഇത്രയധികം കാലതാമസം ഉണ്ടായത് എന്നുള്ളത് കൂടിയാണ് ഈ പരാതിക്കാരൻ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് കോടതിയുടെ ഒരു ഇടപെടൽ ഈ കേസിൽ വളരെ നിർണായകമായി വന്നതും. കോടതിയുടെ ഇടപെടൽ ഉണ്ടായിട്ട് മാത്രമാണ് അതിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് തയ്യാറായത് എന്നുള്ളത് പോലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇനി ഈ വാർത്തയടക്കം പുറത്തു വന്ന സ്ഥിതിക്ക് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന നടപടി എന്താണ് എന്നുള്ളതാണ് ഇനിയിപ്പോൾ നോക്കിക്കാണേണ്ടത്. ഇനിയിപ്പോൾ ഇതിൽ ചോദ്യം ചെയ്യൽ എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു പോക്സോ കേസിൽ സ്വീകരിക്കേണ്ട കർശനമായിട്ടുള്ള നടപടികളൊക്കെ തന്നെ ഈ കേസിലും വേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. അത് ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ എങ്ങനെയാകും എന്നുള്ളതാണ്. കോടതിയെ